ഇപ്പൊ നമ്മളെ മതിയല്ലേ അതിനകത്തുനിന്ന് അറിയില്ലേ നാട്ടിലത്തെ സൂര്യനോ പുതുവോ നല്ല അടിപൊളിയുണ്ട്. ആ സൈഡില് കണ്ടൽക്കാടുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ഷെമിബാസ്. എന്റെ നീസ് നബമോൾ വന്നിട്ട് ഇന്നത്തേക്ക് 6ാം ദിവസമാണ്. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അജ്മാനിലെ ചില സ്ഥലങ്ങളാണ്. നബ വരുമ്പോൾ കുനാഫ, ബബിൾ ടീ അങ്ങനെ കുറെ ഐറ്റംസ് ലിസ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ബബിൾ ടീയോട് കൂടി ആവട്ടെ ഇന്നത്തെ യാത്ര എന്ന് വെച്ചു. ചോക്ലേറ്റ്. Finally, I got it. നല്ല എന്തറിയോ, കോഫി, ചോക്ലേറ്റ്, എന്നിട്ട് കൊണ്ടുണ്ടേ ബബിള്. അജ്മാനിലെ അൽസോറയിലെ പിഗ്മി സൂ ആണ് ആദ്യം സന്ദർശിക്കുന്നത്. അജ്മാനിലെ ഈ മൃഗശാല ചെറുതാണെങ്കിലും വളരെ മനോഹരമാണ്. നിരവധി തരം മൃഗങ്ങളും പക്ഷികളും ഒക്കെയുണ്ട്. ഫോട്ടോയെടുക്കാനും മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകാനും ഉള്ളിലെ കടകളിൽ നിന്ന് ക്യാരറ്റും പുല്ലും വാങ്ങാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. മുതിർന്നവർക്ക് 20 ദിർഹവും കുട്ടികൾക്ക് 15 ദിർഹവുമാണ് ടിക്കറ്റ് പ്രൈസ്. ഒരു പുല്ലെടുത്തോ? പുല്ല. പിന്നെ ആ കടല എടുത്തു. കടല എടുത്തോ. ഓക്കെ, ഒന്നൊന്നല്ല കടല വേണ്ട. എന്ത് സംബന്ധം? ബൈ ബൈ. പറ്റില്ല. ഇതെങ്ങനെയാ തരല എനിക്ക്? ഉമ്മ കൊടുത്തോ? പിന്നെ ഉമ്മ ഒന്നും കൊടുക്കില്ല. എന്ത്? എന്റെ മോനെ എത്രക്കുണ്ട്? ക്യൂട്ട്. ഇതിനൊക്കെ പേടിയാന്ന്. അയ്യോ, സബുറക്ര ശരിയൂടേക്ക് പശുവെല്ലാം ഉണ്ട്. എനിക്ക് വേണോ? അല്ല, എല്ലാം മാനിയിരുന്നുണ്ട്. താടി വെക്കല്ലോ, എന്താ മാറണം. നല്ല മട്ടൻ കഴിഞ്ഞില്ലേ? പുല്ല് ഇത്ര ഇവിടെ മട്ടൻ ബിരിയാണി മണക്കുന്നു. അയ്യ, എന്ത് ആടോ. മുഖം കാണുന്നില്ല മുടിയായിട്ട്. മോഡല് ഫ്രീക്കൻ. ഇത് അന്നെ എടുക്കല്ല അങ്ങോട്ടേക്ക്. അങ്ങനെ വേണം താഴോണ്. ആ, നല്ല ക്യൂട്ട്. ഇതെന്താ അറിയോ? എന്ത്? മോയലില് വലുതല്ലേ ഉണ്ട്. മൊയല് വലുത്. അജ്മാനിലെ ഫുഡ് വെച്ചിട്ട് മൊയല് വലുതായത്. കങ്കാരു. കങ്കാരുവാ. പക്ഷെ മൊയല് വലുതായ പോലെ ഉണ്ട് കാണുമ്പോ. ഞമ്മ പുല്ല് അവര് ക്യാരക്ടർ ഉള്ളത്. അപ്പൊ നമ്മളടുത്തൊന്ന് മാറി. ഇപ്പൊ നമ്മളെ മതിയല്ലേ അതിനകത്തുനിന്ന്. ന്യൂസ് ആറുണ്ടല്ലോ.
വേണാ കയ്യാ അനക്ക് സത്യം പേടിയാന്ന് പപ്പ കൈ നല്ല അനക്ക് അള്ളാണ് പേടിയാന്ന് എന്ത് പേടിയാ എന്താക്കുന്നത് എന്തോ കൈമ പൊടിക്കുന്ന പപ്പ ചുപ്പ് ഇതെന്താ അറിയോ എന്ത് കഴുകൻ മുള്ളം വന്ന് അതിലൊന്നുമില്ലല്ലോ ഉടുമ്പല്ലേ അമ്മമ്മ കൊടുത്തോക്കല്ലോ ഞാൻ കൊടുക്കില്ല സത്യം ഞാൻ കൊടുക്കില്ല അമ്മമ്മ കൊടുത്തോക്ക ആദ്യോ എന്റെ അതെങ്ങനെ മേങ്ങി നോക്കട്ടെ അതിന് കൈ വരുന്നില്ല ഞാൻ കൊടുക്കാതാ അതങ്ങനല്ല മോനെ പൊളിച്ചിട്ടൊന്നണം മറ്റേ നല്ല ബുദ്ധിമുട്ട് താങ്കൾക്ക് പൊളിക്കാനും അറിയാലേ. നിങ്ങൾ UAE-യിലുള്ളവരെങ്കിൽ ഈ വിന്ററിൽ തീർച്ചയായും നിങ്ങളുടെ കുട്ടികളുമൊത്ത് പിഗ്മി സൂ സന്ദർശിക്കുക. അവർക്ക് ഓരോ അനിമൽസിനെയും അടുത്ത് കണ്ട് പരിചയപ്പെടുവാനും അവയ്ക്ക് തീറ്റ കൊടുക്കുവാനുമൊക്കെയുള്ള അവസരം പാഴാക്കരുത്. കൂടാതെ ഇവിടെ നിന്നും നടന്നുപോകാൻ മാത്രം ദൂരത്തിലാണ് അൽസോറ മറീന. അവിടെ മനോഹരമായ ഒരു സായാഹ്നം ആസ്വദിക്കാം. 20 മിനിറ്റോളം ഉള്ള ഒരു ബോട്ടിങ്ങും മറ്റു ചില ആക്ടിവിറ്റീസ് റിനോവേഷന്റെ ഭാഗമായി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. പിഗ്മി സൂവിലെ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല. ഇനി പക്ഷികൾ സെക്ഷൻ ബാക്കിയുണ്ട്. പക്ഷെ നേരം ഇരുട്ടായി കഴിഞ്ഞാൽ ബോട്ട് യാത്ര അത്ര രസകരമല്ല. അതുകൊണ്ട് ബോട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് സെക്യൂരിറ്റിയോട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങി. അറിയില്ലേ നാട്ടിന്റെ സൂര്യനോ പുതുവോ സൂര്യനോ പുതുവോ പുതുവായി സൂര്യൻ പോവില്ലേ ബോട്ടില്ലേ കുഴപ്പമില്ല രണ്ടുപേര്. ഇത് ട്രെയിനൊക്കെ നിന്നോ ഇപ്പൊ അല്ലേ? ചെറിയ ചെറിയ ട്രെയിൻ ഉണ്ട് അതുണ്ടായിരുന്നു ഇവിടെ. അത് ഇനിയിപ്പോ ഈ മാസം ലാസ്റ്റോട് കൂടി തുടങ്ങോ? സൈക്ലിങ്ങും സൈക്ലിങ് ഞങ്ങൾ 8 പേര് ചവിട്ട് സൈക്കിളൊക്കെ പണി നടക്കുന്നുണ്ടോ? കുട്ടികൾ കളിക്കുന്ന ഏരിയ ഇല്ല. ഈ ബോട്ടിലുള്ള യാത്രക്കാരെ ഇറക്കിയതിനു ശേഷമാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. മുതിർന്നവർക്കും കുട്ടികൾക്കും 5 ദിർഹം മാത്രമാണ് ഈ ബോട്ട് സർവീസിനുള്ള ചാർജ്. വന്ന ശേഷം ഫസ്റ്റ് ബോട്ടിംഗ് എക്സ്പീരിയൻസ് ആണ്. ബോട്ടിംഗ് കണ്ടൽക്കാടുകളിലൂടെയുള്ള ഈ യാത്ര വളരെ മനോഹരമാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ അല്പം വൈകിപ്പോയി. കാരണം ബോട്ട് യാത്രക്ക് ആൾക്കാർ കുറവായതിനാൽ 1-2 പേർ കൂടി വരാൻ വേണ്ടി ഞങ്ങൾ ബോട്ടിൽ അല്പസമയം കാത്തിരുന്നു. ഇതിലും നേരത്തെയായിരുന്നു യാത്ര ചെയ്യേണ്ടിയിരുന്നത്. നല്ല അടിപൊളിയുണ്ട്. ആ സൈഡിൽ കണ്ടൽക്കാടുണ്ട്. അങ്ങോട്ടേക്ക് നോക്കിയാൽ കുറെ ലൈറ്റെല്ലാം ഇട്ടിട്ട്. നിങ്ങൾ അൽസോറ മറീന സന്ദർശിക്കുകയാണെങ്കിൽ ഈ മനുഷ്യനിർമ്മിത വനത്തിന്റെ അരികിലൂടെയുള്ള ബോട്ട് യാത്ര നഷ്ടപ്പെടുത്തരുത്. വെള്ളിയും ശനിയും വൈകുന്നേരങ്ങളിൽ നല്ല ക്യൂ ഉണ്ടായിരിക്കും. അതിനാൽ വൈകുന്നേരം 4 മണിക്ക് തന്നെ എത്തിച്ചേരുക. എന്നാൽ മാത്രമേ ബോട്ട് സവാരി നഷ്ടപ്പെടാതെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് സമയം ലഭിക്കുകയുള്ളൂ. നല്ല ഒരു ബോട്ട് യാത്ര ആസ്വദിച്ച ആഹ്ലാദത്തിലാണ് നബ. ഇനി നേരത്തെ പിഗ്മി സൂവിൽ കാണാൻ ബാക്കി വെച്ചിരുന്ന ബേർഡ്സ് സെക്ഷനിലേക്കാണ്. ഒന്നും ആക്കൂല അത് വാങ്ങൂല. അത് 15 മിനിറ്റ് അങ്ങനെ കയ്യിൽ പിടിച്ചിരുന്നു. അടുത്ത് കൊടുക്ക. അതിനടുത്ത് ബ്രദർ ഗീവ് അനദർ വൺ ബ്രദർ. പിഗ്മി സൂവിൽ എത്തുന്നവർ പുറകിലെ തടാകത്തോട് ചേർന്ന് കിടക്കുന്ന ഈ സ്പോട്ട് കൂടി സന്ദർശിക്കുക. മനോഹരങ്ങളായ ഫോട്ടോസ് എടുക്കുവാനുള്ള സൗകര്യങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഞങ്ങളുടെ യാത്രകൾ തുടരുന്നു. ഇതിലും വ്യത്യസ്തങ്ങളും രസകരമായിട്ടുള്ളതും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാത്തിരിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.